Attraction fades between the couples after few years of marriage life. അതുമൂലമുണ്ടാകുന്ന ദാമ്പത്യത്തിനുള്ളിലെ ഒറ്റപ്പെടൽ. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഇമോഷണൽ നീഡ്സ് എല്ലാ കാലത്തും എല്ലാ ദേശങ്ങളിലും ഒരുപോലെ ആയതിനാൽ ഈ ഒരു പ്രശ്നം കാലാകാലങ്ങളായി സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിലനിന്ന് പോരുന്ന ഒന്നാണ്. വിവാഹം ദമ്പതികളിൽ ഇമ്മീഡിയറ്റ് ആയി കൊണ്ടുവരുന്ന ഹോർമോണൽ, ഫിസിക്കൽ, സോഷ്യൽ, ഇവല്യൂഷണറി, ബിഹേവിയറൽ, എക്കണോമിക്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്തെല്ലാമെന്ന് നോക്കാം. പുരുഷന്മാരും പ്രധാനമായി ആദ്യ നാളുകളിലെ സെക്സിലുള്ള പുതുമ ഒരു ഡോപ്പമൈൻ ഡ്രൈവ് കൊണ്ടുവരുന്നു. എന്നാൽ പതിയെ പുതുമ അതിലേക്ക് കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ ഫെമിലിയാരിറ്റി എന്ന ഘടകം ഈ എക്സൈറ്റ്മെൻറ്റിനെ കെടുത്തിക്കളയുന്നു. അതായത് ഹോർമോണൽ ചേഞ്ചസ് ആണ് പറഞ്ഞത്. ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റെബിലൈസേഷൻ നടക്കുന്നു. രണ്ടാമതായി സൈക്കോളജിക്കൽ റോൾ, മാനസിക സമ്മർദ്ദമേറുന്നു. ഒരു മകനിൽ നിന്ന് പ്രൊവൈഡർ എന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്കും ഡിസിഷൻ മേക്കർ എന്ന ഒരു റോളിലേക്കും മാറുന്നു. മൂന്നാമതായി ഇമോഷണൽ ചേഞ്ചസ്, വൈകാരിക കാര്യങ്ങൾ കൂടുതൽ അടക്കി വയ്ക്കുവാനായി ശ്രമിക്കും. കാരണം നമ്മുടെ സാമൂഹിക ഘടന അങ്ങനെ ആയതുകൊണ്ട്. നാലാമതായി ഉത്തരവാദിത്തങ്ങൾ ഉയരുന്നു. സാമ്പത്തിക ആവശ്യങ്ങൾ കൂടുകയും അത് നിറവേറ്റാനുള്ള കടമ നിർവഹിക്കൽ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ എടുക്കുന്ന നിർണായക തീരുമാനങ്ങൾ എന്നിങ്ങനെ സമ്മർദ്ദങ്ങൾ അനേകമായി ഉയരുന്നു. അഞ്ചാമതായി കാഴ്ചപ്പാടുകളിലെ കാര്യനിർവഹണക്രമത്തിലെ മാറ്റങ്ങൾ. പുരുഷന്മാർ സ്റ്റെബിലിറ്റി അഥവാ എല്ലാ കാര്യങ്ങളിലുമുള്ള സ്ഥിരത, പ്രെഡിക്റ്റബിലിറ്റി അതായത് പ്രവചന സാധ്യത, ഇവയാണ് ഇഷ്ടപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും. അതിനാൽ വൈകാരിക പ്രകടനങ്ങൾ ഇണ എങ്ങനെ സ്വീകരിക്കുമെന്ന അൺപ്രെഡിക്റ്റബിലിറ്റിയെ മാറ്റി നിർത്തുന്നു. റൊമാൻസ് മനഃപൂർവ്വമല്ലാതെ അകറ്റി നിർത്തപ്പെടുന്നു. ആറാമതായി ലൈംഗിക താല്പര്യം പ്രധാനമായും സ്റ്റിമുലസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതായത് പുതുമ, ആകർഷണീയത, ബന്ധത്തിനുള്ളിലെ സ്വാതന്ത്ര്യം എന്നിവയെ മുൻനിർത്തിയായിരിക്കും അവിടെ വികാരങ്ങൾക്ക് വലിയ റോളില്ല. ഏഴാമതായി സാമൂഹിക വ്യവസ്ഥിതിയുടെ സമ്മർദ്ദം പൊതുവെ പുരുഷനെ വൈകാരിക പ്രകടനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എട്ടാമതായി ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ സൈലൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇടപെടൽ നടത്താതിരിക്കുക എന്ന തത്വം സ്വീകരിക്കുന്നു. 9 ഇണയുടെ വൈകാരിക താല്പര്യങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവരുടെ ഇമോഷണൽ നീഡ്സിനെ അവരുടെ മറ്റു ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഡിമാൻഡുകളായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. 10 ഇമോഷണൽ ഡിസ്റ്റൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്നു. അതായത് 3 തൊട്ട് 5 വർഷത്തിനുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ റിലേഷൻഷിപ്പ് ഡാമേജ് നടക്കുന്നത് മനസ്സിലാക്കാതെ പോകുന്നു. സ്ത്രീകളിൽ ഒന്നാമതായി ഹോർമോണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, വിവാഹശേഷമുള്ള സ്ഥലം മാറ്റം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ ഉയർത്താൻ കാരണമാക്കുകയും ഇത് ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ക്ഷീണം, മൂഡ് സ്വിങ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നു. രണ്ടാമത് ഓക്സിറ്റോസിൻ ബേസ്ഡ് ബോണ്ടിംഗ് വർദ്ധിക്കുന്നു. സുരക്ഷയും കരുതലും വർദ്ധിക്കുമ്പോൾ ബന്ധം ശക്തമാകുന്നു. എന്നാൽ അവഗണനയോ വിമർശനമോ ഉണ്ടാകുമ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. മൂന്നാമതായി ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, മകളിൽ നിന്ന് ഭാര്യ, മരുമകൾ എന്നീ മാറ്റങ്ങൾ സംഘർഷം ഉണ്ടാക്കുന്നു. ചെറിയ വാക്കുകളും പെരുമാറ്റങ്ങളും വരെ ആഴത്തിൽ ബാധിക്കുന്ന കാലഘട്ടമായതിനാൽ മാനസിക പിന്തുണ അത്യാവശ്യമാണ്. 5 സംഘർഷങ്ങളെ നേരിടുവാനുള്ള ശ്രമം എല്ലായ്പ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം എന്ന ഒരു ചിന്തയിലേക്ക് എത്തുകയും അഭിപ്രായങ്ങളെ തുറന്നു പറയാൻ മടിക്കുകയും ചെയ്യുന്നു. 6 ലൈംഗിക ആഗ്രഹം മാനസിക സുരക്ഷയിൽ നിന്ന് ഉടലെടുക്കുന്നു. പ്രണയവും വിശ്വാസവും ലൈംഗിക താല്പര്യത്തെ കൂട്ടുകയും ഭയവും അവഗണനയും താല്പര്യത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. 7 കൂട്ടുകാർ, സ്വന്തം കുടുംബാംഗങ്ങൾ എന്നിവരുമായുള്ള കണക്ഷൻ കുറയുകയും ഭർത്താവിൽ കൂടുതലായി ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവുകയും ചെയ്യുന്നു. 8 ഇക്കണോമിക് ഡിപ്പെൻഡൻസി, വരുമാനമുള്ള സ്ത്രീകളിലും പ്രധാന ഫൈനാൻഷ്യൽ തീരുമാനങ്ങളിൽ സ്ഥാനം ലഭിക്കാതെ വരുന്നതും ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. 9 കുടുംബകാര്യങ്ങളുടെ മേൽനോട്ടം, വൈകാരിക ബന്ധങ്ങളിലെ ബാലൻസിംഗ്, ദാമ്പത്യ ബന്ധത്തെ ഉറപ്പിക്കൽ എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നു. 10 ഇവയെല്ലാം ഒന്നുകിൽ സ്ത്രീയെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇവല്യൂഷന് സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ ബേൺ ഔട്ട് ആൻഡ് ലോൺലിനെസ് എന്ന അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു.
അതായത് സ്ത്രീകൾ ഇമോഷണൽ ബോണ്ടിങ് ആൻഡ് കണക്ഷൻ അല്ലെങ്കിൽ വൈകാരിക തീവ്രത ആഗ്രഹിക്കുമ്പോൾ പുരുഷൻ സ്ഥിരതയും പ്രഡിക്റ്റബിലിറ്റിയും ആഗ്രഹിക്കുന്നു. ഈ ബയോളജിക്കൽ മിസ്മാച്ചാണ് വൈവാഹിക ബന്ധത്തെ വൈകാരിക തകർച്ചയിലേക്ക് നയിക്കുന്നത്. ലവ് മാരേജിൽ പങ്കാളിയുടെ നെഗറ്റീവ് വശം കൂടി മനസ്സിലാക്കുകയും പുതുമ അല്പം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മുകളിൽ പറഞ്ഞ കാലതാമസം അത്ര തന്നെ ദീർഘിക്കാതെ സംഘർഷങ്ങളിലേക്ക് പോകാം.